ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരി കുതിർക്കുകയോ ഒന്നും ചെയ്യേണ്ട, അത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ജാർ എടുക്കുക, അതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവൊന്ന് ഇച്ചിരി കുറക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണോ പാകം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഒരുപാട് കട്ടി തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ മാവൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നാൽ ആ ഈസ്റ്റും എല്ലാം കൂടെ മാവിലൊന്ന് ഇതായിട്ട് ഈ മാവൊന്ന് പൊന്തി വരത്തുള്ളൂ. അപ്പോൾ ഇത് ആ മാവ് നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നും ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഓവർ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇളം ചൂടുള്ള വെള്ളം ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിതൊരു പാകമായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാനിൽ ഞാൻ ഓയിലൊന്നും തടവി കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രൈ പാനിൽ ഓരോ തവിയായിട്ട് ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ അരിയൊന്നും കുതിർക്കാണ്ട് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.